അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നും ഒരു സ്ലീവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതായത് കൈ എങ്ങനെ വെട്ടാം. കഴിഞ്ഞ ദിവസം ഞാൻ കൈ എങ്ങനെ വെട്ടാം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ സ്ലീവാണെങ്കിൽ എങ്ങനെ വെട്ടും, 4.5 ഇഞ്ച് എങ്ങനെ മൈനസ് ചെയ്യും, കുറേ ആൾക്കാർ എന്നോട് സംശയം നേരിട്ടും വാട്സപ്പിലൂടെയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് തന്നെ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അത് വിട്ടു പോകും എൻ്റെ മൈൻഡിൽ നിന്ന്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് 2.5 ഇഞ്ചാണ് കൈ വേണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ഇല്ലാത്ത സ്ലീവാണ് കേട്ടോ ഇത്, നോർമൽ സ്ലീവ്. ഓക്കെ, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 4 ഇഞ്ച് നമുക്ക് കിട്ടി. അതെന്താ, ഈ മടക്ക ഭാഗത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഓപ്പൺ സൈഡിൽ നമുക്ക് ഒരു കാരണവശാലും 4.5 ഇഞ്ച് മൈനസ് ചെയ്യാനില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്ത് എത്രയാണ്, 1.5 ഇഞ്ച് അല്ലേ. ആ 1.5 ഇഞ്ച് നമുക്ക് ഈ ഓപ്പൺ ഭാഗത്ത് എൻഡിലായിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കൈ എങ്ങനെ കണക്ട് ചെയ്യണേന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അറച്ച് പോലെ വരക്കില്ലേ, അത് ആ പോയിന്റിലേക്ക് വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ കൈക്കുഴി കൈൻ്റെ ഒരു ഷേപ്പ് കൊടുക്കൂലേ, അതുപോലെ ഷേപ്പ് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് പിന്നെന്താണ്, കൈ വണ്ണം അടയാളപ്പെടുത്തുക, തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ആ ചരിച്ച് മാർക്ക് ചെയ്തൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കൈ വീതി എടുക്കണേ എങ്ങനെയാണെന്നുള്ള കാര്യവും കൂടെ ഇന്നലത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞ് സ്ലീവാണ്, അതായത് ഇപ്പോൾ ലൈനിങ് ഇല്ലാത്തൊരു സ്ലീവ് ആണെങ്കിൽ എങ്ങനെ തയ്ക്കണം എന്നുള്ള കാര്യം, ഇങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നതാണ്. ഈ കുഞ്ഞ് മെഗാ സ്ലീവൊക്കെ വെക്കൂലേ ബ്ലൗസിനൊക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പോൾ മടക്കാനുള്ള സ്പേസും കൂടി ഇട്ടിട്ടാണ് നമ്മൾ 1.5 ഇഞ്ച് ഇവിടെ ഇങ്ങനെ സ്പേസ് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മുടെ ലൈനിങ് ഉള്ള ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് കൊടുക്കേണ്ട കാര്യമില്ല, അടിച്ച് മറിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ലൈനിങ് അടിയിൽ വെച്ചിട്ട് നല്ല പീസ് വെച്ചിട്ട് അതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് കൈ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ 1.5 ഇഞ്ച് കൊടുക്കണ്ട. നമ്മളപ്പോൾ എന്ത് ചെയ്യണം, 1 ഇഞ്ച് കൊടുത്താൽ മതി. ആ 1 ഇഞ്ച് കൊടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞ് സ്ലീവാണെന്ന് വെച്ചോ. അപ്പോൾ 2.5 ഇഞ്ച് സ്ലീവ് തന്നെയാണ് നമ്മുടേത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് നമുക്ക് അടിയിൽ 1/2 ഇഞ്ച്, മുകളിൽ 1/2 ഇഞ്ച്, ടോട്ടലി 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 2.5 + 1 എത്ര കിട്ടും, 3.5 കിട്ടും. ആ 3.5 നമുക്ക് മടക്ക് ഭാഗത്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3.5 ഇഞ്ചിൻ്റെ ലൈനിങ്ങും 3.5 ഇഞ്ചിൻ്റെ നല്ല പീസും നമ്മൾ എടുക്കുക. എന്നിട്ട് മടക്ക് ഭാഗത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ 3.5 ആകുമ്പോഴും 4.5 മൈനസ് ചെയ്യാനില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ എത്രയാണ് ആഡ് ചെയ്ത് കൊടുത്തത്, 1 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ആ 1 ഇഞ്ച് ഇവിടെ എൻഡ് ഭാഗത്ത് മാർക്ക് ചെയ്യുക. നമ്മൾ മെറ്റീന് 1.5 ഇഞ്ച് പറഞ്ഞപ്പോൾ 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തു. ഇതിനിപ്പോൾ 1 ഇഞ്ചേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ആ 1 ഇഞ്ച് എൻഡ് ഭാഗത്തിട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇനി നമ്മൾ ഇതിങ്ങനെ ചെറുതായിട്ട് കേർവ് ചെയ്ത് കൊടുക്കാം. കണ്ടോ. ഓക്കെ, പിന്നെ സൈഡ് കറക്റ്റായിട്ട് വരച്ച് അളന്ന് വരച്ച് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കേരള സാരിയുടെ ബ്ലൗസിനൊക്കെ ഇതുപോലെ മെഗാ സ്ലീവ് വെക്കണം. ഇപ്പോൾ കുഞ്ഞു മക്കളുടെ ഉടുപ്പിനാണെങ്കിൽ മെഗാ സ്ലീവ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുഞ്ഞു മെഗാ സ്ലീവ് വെക്കൂലേ, ആ ഒരു മെത്തേഡാണിത്. മനസ്സിലായില്ലേ ഇപ്പോൾ 2 സ്ലീവ് എങ്ങനെയാണ് വെട്ടണമെന്നുള്ളത്, ലൈനിങ് ഉള്ളതും ലൈനിങ് ഇല്ലാത്തതും വെട്ടണ രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. തൊണ്ടക്കൊന്നും നല്ല സുഖമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരം പോയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം പോയിട്ട് ഭീമാപ്പള്ളിയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം കേട്ടോ. ഇപ്പോൾ ഒരു സ്ലീവും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ 3/4 സ്ലീവാണ് നിങ്ങൾക്കെങ്കിൽ 2 മടക്കി ഇട്ടതിൻ്റെ മോൾ ഭാഗത്ത്, അതായത് നമുക്കിപ്പോൾ ഇത് 2 മടക്കി ഇട്ടിട്ടില്ല, ഇത് ഞാൻ അതുപോലത്തെ ഒരു നീളത്തിലുള്ള ഒരു പീസ് എടുത്തതാണ്. അപ്പോൾ 2 മടക്കി ഇട്ടിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുക ഇത്. എന്നിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് ആ വേണ്ടതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓപ്പൺ സൈഡിൽ നമുക്ക് 4.5 ഇഞ്ച് അതേ 13 നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അതേപോലെ തന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ സംശയങ്ങൾ ഏകദേശം നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പല മോഡൽ സ്ലീവുകളൊക്കെ ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും കാണിച്ചു തരാം. ഈ പഫ് വെച്ചിട്ടുള്ള സ്ലീവും അതുപോലെ തന്നെ കുറേ സ്ലീവുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് തയ്ക്കണയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മട്ടൺ ലെഗ് സ്ലീവ് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണിത്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. 1-ാം തീയതിയാണ് നമ്മുടെ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിക്കും എന്നുള്ളതിൻ്റെ കറക്റ്റ് ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് അതിന് ശേഷം എനിക്ക് ഈ ഇത് സ്ക്രീനിലുണ്ടായിരുന്നില്ലേ നമ്പറും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അതിൽ കോൺടാക്റ്റ് ചെയ്യാം. 1-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചുരിദാറും എല്ലാം പഠിപ്പിക്കേണ്ട കേട്ടോ. ചുരിദാറും ബ്ലൗസും എല്ലാം പഠിപ്പിക്കേണ്ട. നിസ്സാര ഫീസേ ഉള്ളൂ. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ കൈയിൻ്റെ സംശയം മാറിയില്ലേ. ഇനിയും വിവിധ തരം കൈകളായിട്ട് ഞാൻ വീണ്ടും വരാം. നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഭീമപ്പള്ളിയുടെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. എനിക്കെന്തോ പേടിയായിരുന്നു. അവിടെയൊക്കെ പോയി ആൾക്കാരെന്തെങ്കിലും പറയുമോ ഞാൻ വീഡിയോ എടുത്താൽ എന്നൊക്കെ ഉള്ളൊരു ധൈര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്ലീവുകൾ വെട്ടിയതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഭീമപ്പള്ളി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം.